ഒരു സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് ക്ലോഡിൻ്റെ സഹായത്തോടു കൂടി ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലോഡിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. നോക്കുക, ക്ലോഡിൻ്റെ ഫ്രീ പ്ലാനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഇൻപുട്ട് ബോക്സിൽ നമ്മളുടെ ആവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ വേണ്ടത് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനാണ്. ഏത് ടോപ്പിക്കിനെ കുറിച്ച് വേണമെങ്കിലും പ്രസൻറ്റേഷൻ ആവശ്യപ്പെടാവുന്നതാണ്. ദിവസവും 30 മിനിറ്റ് നടക്കുന്നത് കൊണ്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് അഥവാ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് എനിക്കിവിടെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ വേണ്ടത്. അതിന് വേണ്ടുന്ന പ്രോംപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ക്രിയേറ്റ് ആൻ 8 സ്ലൈഡ് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഓൺ ദ ബെനിഫിറ്റ്സ് ഓഫ് വാക്കിംഗ് ഫോർ 30 മിനിറ്റ്സ് എവറി ഡേ. ഈ ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് ക്ലോഡ് നമ്മൾക്ക് ആവശ്യമുള്ള പ്രസൻറ്റേഷൻ തയ്യാറാക്കും. പക്ഷേ എത്രയധികം ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടും. സോ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തേണ്ടുന്ന സ്ലൈഡുകളുടെ ഡീറ്റെയിൽസ് കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നു. ഇൻക്ലൂഡ് ടൈറ്റിൽ സ്ലൈഡ്, ഫിസിക്കൽ ഹെൽത്ത് ബെനിഫിറ്റ്സ്, വെയ്റ്റ് മാനേജ്മെൻറ്റ്, മെൻ്റൽ ഹെൽത്ത് ബെനിഫിറ്റ്സ്, better sleep, tips for building a walking habit, common mistakes. അവസാനത്തെ സ്ലൈഡിൽ സമ്മറി. യൂസ് സിമ്പിൾ ലാംഗ്വേജ്, ബുള്ളറ്റ് പോയിന്റ്സ് ആൻഡ് സജസ്റ്റ് 1 ഇമേജ് ഫോർ ഈ സ്ലൈഡ്. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പ്രോംപ്റ്റായി ഇനി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലോഡ് പ്രസൻറ്റേഷനിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത് കാണാം. നോക്കുക, നമ്മൾ ആവശ്യപ്പെട്ട പ്രസൻറ്റേഷനായി. പ്രസൻറ്റേഷൻ്റെ പ്രിവ്യൂ കാണാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. പ്രസൻറ്റേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ആവശ്യപ്പെട്ട പോലെ 8 സ്ലൈഡുള്ള ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനാണ് ഈ കാണുന്നത്. സ്ലൈഡ് ഷോ റൺ ചെയ്യാനായിട്ട് സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ്. ഓരോ സ്ലൈഡിൻ്റെയും മെസ്സേജ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാനുള്ള സ്പേസ് ക്ലോഡ് ഇവിടെ വിട്ടിരിക്കുന്നത് കാണാം. ഏത് തരത്തിലുള്ള ഇമേജാണ് യോജിക്കുക എന്നുള്ള ഒരു നോട്ടും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അതും നമുക്ക് ക്ലോഡിനോട് ആവശ്യപ്പെടാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ പ്രസൻറ്റേഷൻ്റെ കളർ തീം ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. ഒരു ലൈറ്റ് ബ്ലൂ കളർ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. അതിനുവേണ്ടി ഡിസൈൻ ദ പ്രസൻറ്റേഷൻ യൂസിങ് എ ക്ലീൻ ലൈറ്റ് ബ്ലൂ കളർ സ്കീം. ക്ലോഡ് നമ്മൾ പറഞ്ഞ പോലെ പ്രസൻറ്റേഷനിൽ മാറ്റം വരുത്തിയെന്നാണ് പറയുന്നത്. പുതിയ ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ്. നമ്മൾ ആവശ്യപ്പെട്ട പോലെ പ്രസൻറ്റേഷൻ ബ്ലൂ കളർ സ്കീമിലേക്ക് മാറ്റിയത് കാണാം.